ഹലോ ഗൈസ്, ഞാനും ഏട്ടത്തിയും കൂടി ഇന്നൊരു 41 പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് ആയഞ്ചേരി സ്കൂളിൻ്റെ അടുക്കുള്ളൊരു വീട്ടിലാട്ടോ. അമ്മേൻ്റെ കുടുംബമായിട്ട് വരെ ഞങ്ങളങ്ങനെ ഒരുമിച്ച് ഇവിടെ അങ്ങനെ പോകാറില്ല കേട്ടോ. പിന്നെ ഞാനും ഏട്ടത്തിയും കൂടി ആയിട്ട് ഇറങ്ങി. ഞങ്ങൾ തിരുവള്ളൂരേക്ക് ബസ്സിന് വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ആയഞ്ചേരിക്ക് ജീപ്പിനാട്ടോ പോകാൻ പ്ലാൻ ചെയ്തത്. ജീപ്പിൽ കയറിയപ്പോൾ ആളാകുമ്പോൾ ഒരുപാട് ലേറ്റായി. ആദ്യം 3-4 പേരുണ്ടായിരുന്നു. കുറേ നേരം ഇരുന്നപ്പോൾ അവരും ഇറങ്ങിപ്പോയി. പിന്നെ 3-4 പേര് വന്ന് ഫുൾ ആളായപ്പോഴാട്ടോ ജീപ്പാരൻ വണ്ടി എടുത്തത്. അങ്ങനെ ഞങ്ങൾ ആയഞ്ചേരി ടൗണിലെത്തി. അവിടെ നിന്ന് കുറച്ച് സാധനം മേടിക്കാണ്ടായിരുന്നു പോകുന്ന വീട്ടിലേക്ക്. അപ്പോൾ സാധനമൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോയും കൂട്ടിയിട്ടാട്ടോ വീട്ടിലോട്ട് പോയത്. കൃത്യസ്ഥലം എനിക്കറിയില്ല, അവിടെ സ്കൂളിൽ നിന്നാണ് പറഞ്ഞത്. അങ്ങനെ കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. അത്ര ദൂരം ഉണ്ടായിരുന്നത്, പെട്ടെന്ന് എത്തി. കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ആയിട്ട് കളിയിലായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞങ്ങളും അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നേ. അവിടെ ഇന്ന് ആൾക്കാർക്ക് ഫുഡ് കഴിച്ചപ്പോൾ ഞാനും നേരെ ഏട്ടത്തിൻ്റെ സൈഡിൽ തന്നെ പോയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതേ ഞങ്ങൾ തിരിച്ചു പോകുന്നത് മാമൻ്റെ വണ്ടിക്ക് കേട്ടോ. മാമനും മാമിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മാമനോട് ഞങ്ങൾ തിരുവള്ളൂർ വന്നിറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിനാട്ടോ ഞങ്ങൾ മുയിപ്പുറത്ത് വന്നിറങ്ങിയത്. മുയിപ്പുറത്ത് ടൗണിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അതുപോലെ മീനൊക്കെ ആയിരുന്നു. അതൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോയും കൂട്ടി കേട്ടോ നേരെ വീട്ടിലേക്ക് പോയത്. ചൂട് കൊണ്ട് ബസ്സിൽ നിന്നേ ഷർട്ടൊക്കെ അയച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ മെയിൻ റോഡ് വരെയായിരുന്നു കേട്ടോ ഓട്ടോ കൂട്ടിയിട്ടുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് കുറച്ച് നടന്നതാട്ടോ. മുത്തയും മോനും എന്തൊക്കെയോ കഥയും പറഞ്ഞ കേട്ടോ പോകുന്നത്. നല്ല വെയിലത്ത് പോയിട്ടുണ്ട്. നല്ലപോലെ ക്ഷീണവും അതുപോലെ ടാനൊക്കെ അടിച്ചിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ അവസാനം വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റ.